ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ പുന്നപ്പുഴയിലെ ശക്തമായ കുത്തൊഴുക്കിൽ ബെയിലി പാലത്തിലെ സംരക്ഷണ കവചത്തിൽ വിള്ളൽ. സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. ഇന്നലെ വെള്ളക്കെട്ടുണ്ടായ റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ നാട്ടുകാർ തടഞ്ഞു. ബെയിലി പാലം സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കുത്തിയൊലിച്ചൊഴുകുകയാണ് ചൂരൽമല പുന്നപ്പുഴ. 2 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ ബെയിലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളലുണ്ടായി. 3 ഇടങ്ങളിലാണ് വിള്ളൽ. സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനുള്ള നടപടികൾ തുടരുകയാണ്. 3 വാർഡുകളിലെയും എല്ലാ കുടുംബങ്ങൾക്കും ആശ്വാസമെത്തിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പാലിക്കണമെന്ന ടി സിദ്ദിഖ് MLA. ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഒരു വർഷമാവുകയാണല്ലോ. ലിസ്റ്റ് പോലും സമ്പൂർണ്ണമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതൊക്കെ സർക്കാർ പ്രഖ്യാപിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി ഈ പ്രശ്നത്തിന് മുഴുവൻ ശാശ്വതമായ പരിഹാരം കാണാനുള്ള നടപടിയെടുക്കും. സ്കൂൾ റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ പടവെട്ടിക്കുന്ന് നിവാസികൾ തടഞ്ഞു. കനത്ത മഴയിൽ ഇന്നലെ റോഡിലൂടെയാണ് പുഴ ഒഴുകിയിരുന്നത്. 58 ലക്ഷം മുടക്കിയിട്ട് ഈ റോഡ് നന്നാക്കിയത് കഴിഞ്ഞ മെയിൽ വന്ന മഴയ്ക്ക്. ഇന്നലത്തെ മഴയ്ക്ക് ഈ റോഡ് പോയി. വീണ്ടും രാവിലെ 6 മണിക്ക് തന്നെ ആരുടെ സ്വാർത്ഥ താല്പര്യപ്രകാരം വലിയ JCB കൊണ്ട് ഇവിടെ പണി തുടങ്ങി. ഈ സ്കൂൾ റോഡ് പടവെട്ടിക്കുന്നിലെ ബാക്കി വന്ന വീടുകളുടെ പുനരധിവാസം ബന്ധപ്പെട്ടിട്ട് ഒരു അന്തിമ തീരുമാനം വന്നതിന് ശേഷം മതി ഇവിടെ റോഡ്. അതന്നെ ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാഴകൃഷി ഉൾപ്പെടെ വെള്ളത്തിലായി. കല്ലൂരിൽ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പുഴങ്കുനി ഉന്നതിയിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബെയിലി പാലം സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ബെയിലി പാലത്തിന്റെ താഴത്തുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ ചില ഇളക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് സുരക്ഷിതമായി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഇപ്പം തന്നെ നൽകുന്നുണ്ട്. പട്ടാളവും അവർ തന്നെ പണിതതായതുകൊണ്ട് ആ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വെള്ളാർമല വില്ലേജ് ഓഫീസറെ തടഞ്ഞ സംഭവത്തിൽ 6 ചൂരൽമല സ്വദേശികൾക്കെതിരെ പോലീസ് കേസെടുത്തു. 24 വയനാട്.